നമസ്കാരം, ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നടക്കുന്ന ഒരു സൈലൻറ്റ് ഡിബേറ്റാണ് വീട് വാങ്ങുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ വീട് വാങ്ങുന്നത് ഒരു മണ്ടത്തരമാണോ എന്നുള്ള രീതിയിൽ ഒരുപാട് വീഡിയോസ് എല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പല ഫിനാൻഷ്യൽ അനലിസ്റ്റുകളും എല്ലാം തന്നെ പറയുന്നത് വീട് വാങ്ങുന്നത് ഒരു മണ്ടത്തരമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ചർച്ചയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീട് വാങ്ങുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളുടെ അജണ്ട. വീട് വാങ്ങുന്നത് മണ്ടത്തരമാണോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമായിട്ട് രണ്ട് പെർസ്പെക്റ്റീവാണ് ഞാൻ നിങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇതിൽ ഒന്നാമത്തെ ആ ഒരു പെർസ്പെക്റ്റീവിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അടുത്തിടെ സഫാരി ചാനലിൽ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ പര്യടനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനുഭവം അദ്ദേഹം വിവരിച്ചു. അദ്ദേഹം അമേരിക്കയിലെത്തി, അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ താമസം ആയി. അപ്പോൾ അദ്ദേഹം അവിടെ എത്തുന്നത് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും മലയാളികളും എല്ലാം തന്നെ അറിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ ഒരു ഫംഗ്ഷന് വേണ്ടി ക്ഷണിച്ചു. അദ്ദേഹം ആ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാനായിട്ട് പോവുകയാണ്. ആ ഒരു ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിൽ ഏകദേശം ഒരു 40ഓളം ആളുകൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ബന്ധുക്കളുടെ ബന്ധുക്കളുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഏജിലുള്ള ആളുകളുണ്ട്, കൂടാതെ തന്നെ ചെറിയ കുറച്ച് കുട്ടികളുമുണ്ട്. അപ്പോൾ അദ്ദേഹം ആ ഒരു വീട്ടിലെത്തി. അമേരിക്കയിൽ വർഷങ്ങളോളം 10-20 വർഷത്തിന് മുകളിൽ സ്ഥിര താമസമാക്കിയ ആളുകളാണ് അവിടെ ഉള്ളത്. അങ്ങനെയുള്ളൊരു വീട്ടിലാണ് ഇദ്ദേഹം പോകുന്നത്. അവിടെ എത്തിയതിന് ശേഷം അദ്ദേഹം കണ്ട ഒരു കാഴ്ച ആണ് അദ്ദേഹം വിവരിക്കുന്നത്. അദ്ദേഹത്തിന് കൊടുത്ത ഭക്ഷണങ്ങൾ അദ്ദേഹം നാട്ടിൽ കഴിക്കുന്ന സാധാരണ കപ്പ, പുഴുക്ക്, അതല്ലെങ്കിൽ മീൻ, ഇങ്ങനെയുള്ള വിഭവങ്ങളാണ് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തിട്ടുള്ളത്. അതായത് അവർ ഈ അമേരിക്കയിൽ ഇവർ ഒത്തുചേരുമ്പോൾ അവരുണ്ടാക്കുന്ന ഫുഡ് ഇതൊക്കെ തന്നെയാണ്. കൂടാതെ അവിടെ വന്നിരിക്കുന്ന ആളുകൾ ധരിച്ചിരിക്കുന്ന വേഷം, സ്ത്രീകളാണെങ്കിൽ പട്ടുസാരിയും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇവർ ഒത്തുചേർന്നതിന് ശേഷം സംസാരിക്കുന്നതെല്ലാം തന്നെ കേരളത്തെക്കുറിച്ചാണ്. അപ്പോൾ അവിടെ 10-25 വർഷമായിട്ട് സ്ഥിര താമസമാക്കിയ ആളുകളാണ് ഇപ്പോഴും അവർ കേരളത്തെക്കുറിച്ച് സംസാരിക്കുകയും കേരളത്തിലെ അതേ ഭക്ഷണവും എല്ലാം തന്നെ അവർ കഴിക്കാനായിട്ട് വീണ്ടും താല്പര്യപ്പെടുന്നത്. എന്നാൽ അദ്ദേഹം ഒരു വർഷത്തേക്ക് നോക്കിയപ്പോൾ വളരെ യങ്ങായിട്ടുള്ള കുട്ടികളുണ്ട്. എന്നാൽ ഇവർ ഈ കുട്ടികൾ ഈ ഒരു ബഹളത്തിലൊന്നും തന്നെ പെടാതെ അവരവരുടേതായിട്ടുള്ള ലോകത്തിൽ തികച്ചും അവിടുത്തെ US-ലെ ആളുകൾ സംസാരിക്കുന്ന അതേ ശൈലിയിലുള്ള ഇംഗ്ലീഷാണ് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ലോകം വേറെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മലയാളി എന്ന് പറയുന്നത് കേരളത്തോടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു അനുകമ്പ എല്ലാം തന്നെ മനസ്സിൽ വെച്ച് പുലർത്തുന്ന ഒരാളാണ് മലയാളി. അതിനർത്ഥം സ്വന്തം വീട് എന്ന് പറയുന്നത് മലയാളിനെ സംബന്ധിച്ച് ഒരു വികാരമാണ്, ഒരു ഇമോഷണലാണ്. അപ്പോൾ അത് ഈ ഒരു തലമുറ, അതല്ലെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ചാണെങ്കിൽ അടുത്തൊരു 3 തലമുറയിലേക്കെങ്കിലും വീട് എന്നുള്ളത് മലയാളിയുടെ ഒരു വികാരമായിട്ട് തന്നെ നിലനിൽക്കാനാണ് സാധ്യത. അപ്പോൾ അത് സ്വന്തമാക്കാനായിട്ട് അവൻ പ്രവാസിയാകും, ഇവിടെ ചെയ്യാത്ത ജോലികൾ വിദേശ രാജ്യങ്ങളിൽ ചെയ്യും, എങ്ങനെയും ഒരു വീടുണ്ടാക്കണം എന്നുള്ളതാണ് അവരുടെ സ്വപ്നം. അപ്പോൾ ഈ വീടുണ്ടാക്കുന്ന ആളുകൾ, പല ആളുകളും പറയുന്നത് എനിക്കൊരു വീട് വേണം, എന്നിട്ട് വേണം അവിടെ സമാധാനമായിട്ട് താമസിക്കാൻ, എൻ്റെ അവസാന നാളുകളിൽ അവിടെ കിടന്ന് മരിക്കാൻ. അപ്പോൾ അത്രയ്ക്കും ഇമോഷണലി കണക്റ്റഡാണ് വീട് എന്നുള്ള മലയാളിയുടെ ഒരു സ്വപ്നം. നമ്മളിൽ പല ആളുകളും അത് സഫലമാക്കാനായിട്ടാണ് നിരന്തരം ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇമോഷണൽ, ഈ ഒരു വീട് എന്ന് പറയുന്ന നമ്മളുടെ മാനസികമായിട്ടുള്ള ആ ഒരു ബന്ധം, സ്വന്തം വീട്ടിൽ ചെടി നടുകയും ആ ഒരു ചെടിയിൽ പൂവുണ്ടാവുകയും ചെയ്ത് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു സാധാരണ മലയാളിയുടെ ആ ഒരു ഫീല്, അത് എത്രമാത്രം സാമ്പത്തികമായിട്ടുള്ള ഫോർമുലയായിട്ട് എങ്ങനെയൊക്കെ കൂട്ടി ഗുണിച്ച് നോക്കിയാലും ഈ ഒരു ഫീല് എപ്പോഴും ഉയർന്നു തന്നെ ഇരിക്കും. അതായത് ഈ ഒരു ഫീലിനെ നമുക്ക് എത്ര സാമ്പത്തിക സമവായത്തിലൂടെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം. ഈ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ പറയുന്ന ഫിനാൻഷ്യൽ അനലിസ്റ്റുകളെല്ലാം തന്നെ പറയുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഇവരെല്ലാ ആളുകളും പറയുന്നത് അക്ഷരം പ്രതി ശരിയാണ്. ഏതൊരു പെർസ്പെക്റ്റീവിലാണ് ഇവർ പറയുന്നത് ശരിയാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത്?
നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത രീതിയിൽ വലിയ തോതിൽ ലോൺ എടുത്ത് ഒരു വീട് പണിയുന്നത് വലിയ റിസ്ക്കാണ് ഉണ്ടാക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു തെറ്റാണ്. കാരണം ഈ ഒരു സാമൂഹിക ചുറ്റുപാടിൽ പെട്ടെന്ന് അസുഖങ്ങൾ നമുക്ക് പിടിപെടാൻ സാധ്യതയുള്ള കൊറോണ പോലെയുള്ള ഒരുപാട് അത് കൊറോണ നൽകിയിട്ടുള്ള ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഇപ്പോഴും നമ്മളിലുണ്ട്. ചുമയായിട്ടും അല്ലെങ്കിൽ പനിയായിട്ടും ഇപ്പോഴും നമ്മളത് സർവൈവ് ചെയ്യുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു അസുഖം വരാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ലോൺ എടുക്കുമ്പോൾ ഈ ഒരു ലോണ് നമുക്ക് പെട്ടെന്ന് അടച്ച് തീർക്കാനായിട്ട് പറ്റുമെന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എന്തെങ്കിലും ഒരു രോഗം കൊണ്ടോ നമുക്കോ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ലോണ് നമുക്ക് വലിയൊരു ബാധ്യതയായിട്ട് തീരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലോൺ എടുത്ത് വീട് പണിയുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നുള്ളതാണ് രണ്ടാമത്തെ വശം. ഇനി മൂന്നാമത്തെ വശം, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ നമ്മൾ വീട് പണിയുന്നത് എങ്ങനെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ വീട് പണിയുന്നത് ഈ ഒരു വീഡിയോയുടെ ആദ്യം പറഞ്ഞ സാമ്പത്തിക അനലിസ്റ്റുകളെല്ലാം തന്നെ പറയുന്നത് അക്ഷരം പ്രതി ശരിയാണ്. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ വീട് പണിയുന്നത് ഒട്ടും അത് ലാഭകരമായിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെയും പക്ഷം. എന്തുകൊണ്ടാണ്? നമ്മളുടെ ഒരു റെൻ്റൽ ഈൽഡ് എന്ന് പറയുന്നത് നമ്മുടെ FDനേക്കാളും താഴെയാണ്. അതുമാത്രമല്ല, നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ ഒരു വീട് പണിത് അത് ഏതെങ്കിലും ആളുകൾക്ക് നമ്മളത് റെൻ്റ് ഔട്ട് ചെയ്ത് ഈ റെൻറ്റിന് വന്ന ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ റെൻറ്റ് കൊടുക്കാനായിട്ട് നമ്മൾ ബ്രോക്കറിന് കൊടുക്കുന്ന കമ്മീഷൻ, ഈ ഒരു നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ നടത്തേണ്ട പെയിൻറ്റിങ് വർക്കുകൾ, അല്ലെങ്കിൽ നമ്മൾ നടത്തേണ്ട മറ്റ് റെക്ടിഫിക്കേഷൻ വർക്കുകൾ, ഇതെല്ലാം കഴിച്ചിട്ടാണ് നമുക്കതിൻ്റെ ഒരു നെറ്റ് റിട്ടേൺ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മുടെ ടോട്ടൽ റിട്ടേണിൽ നിന്ന് ഇതെല്ലാം തന്നെ മൈനസ് ചെയ്യപ്പെടണം. അങ്ങനെ മൈനസ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നത് മേൽപ്പറഞ്ഞ റെൻ്റൽ ഈൽഡിൻ്റെ താഴെയാണ് ഉള്ളത്. ഈ ഈൽഡ് തന്നെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പല ഗവൺമെൻറ് ബോൺസിലൂടെയും കിട്ടും. മാർക്കറ്റ് ഇടിഞ്ഞാലും ഇടിയാത്ത ഒരുപാട് ഗവൺമെൻറ് ബോൺസുകളുണ്ട്, അതല്ലെങ്കിൽ SCBs ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഉള്ളപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ നമ്മളൊരു വീട് പണിയുന്നത്, വീട് വാങ്ങിച്ച് റെൻറ്റിന് കൊടുക്കുകയോ ഇതിൻ്റെ ഒരു അപ്രീസിയേഷൻ കിട്ടുമെന്ന് നമ്മൾ കരുതുന്നതോ അത്ര വലിയ അപ്രീസിയേഷൻ കിട്ടാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ യൂട്യൂബിൽ സാധാരണ കാണുന്ന വീട് പണിയുന്നത് മണ്ടത്തരമാണോ എന്നുള്ള ആ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ടും അത് സാധൂകരിക്കുന്ന ഒന്നാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ വീട് പണിയുന്നത് ഒട്ടും ലാഭകരമാകില്ല എന്നുള്ളതാണ് വീണ്ടും അടിവരയിട്ട് പല എക്സാമ്പിൾസും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അത് നിങ്ങളുടെ പെർസ്പെക്റ്റീവായിട്ട് മാച്ച് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ എന്താണ് വീടിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു ദിവസം. താങ്ക് യു.